നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഫിസിക്സ് എക്സാമിന് ചേച്ചി സബ്ജക്ട് മാറി പഠിച്ചോണ്ടാ എക്സാം എഴുതാൻ പോയത്. ജയിക്കൂന്ന് ചേച്ചിക്ക് തന്നെ സംശയം. ഇനി ചേച്ചി ജയിക്കണമെങ്കിൽ വല്ല അത്ഭുതവും സംഭവിക്കണം. ഋതു എങ്ങാനെ തോറ്റ അമ്മയ്ക്ക് ചേച്ചി ഇവിടെ വലിയ ഭൂകമ്പം ഉണ്ടാക്കും. പാവം കുട്ടി. അത് തന്നെ അമ്മ എന്റെയും പേടി. പാവം മാഡം, പരീക്ഷയിൽ തോറ്റെന്നറിഞ്ഞ വലിയ സങ്കടാവും. എന്തായാലും വലിയ കഷ്ടായിപ്പോയി. രാജു, രാജു, ഇവളെന്തിനാ ഇപ്പൊ ഇവിടേക്ക് കെട്ടിയെടുത്തേ? കയറ് ഒരു പണിയില്ലേ? മോളെ, എനിക്ക് വീട്ടിലിരുന്നിട്ട് എരിപ്പറയ്ക്കുന്നില്ല. ഞാൻ ആകെ ടെൻഷനായി പോയി. റിസൾട്ട് വരാൻ സമയമായല്ലോ. ഇവിടേക്ക് വന്ന് ശ്രീയോടൊപ്പം ഒരുമിച്ച് റിസൾട്ട് നോക്കാന്ന് കരുതി. മാഡം, ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കണ്ടെന്ന് ഞാൻ ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞതല്ലേ. റിസൾട്ട് വരാൻ സമയമാവുന്നേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് റിസൾട്ട് നോക്കാം. ഹരീഷ് പറഞ്ഞത് റിസൾട്ട് വന്നെന്നാണല്ലോ. ആ ശ്രീ, നീ മാഡത്തിനൊരു ചൂട് ചായ എടുത്തു കൊടുക്ക്. ചെല്ലു മാഡം. വേറിത് നീ എന്തിനാടാ ആ കുട്ടിയോട് നുണ പറഞ്ഞത്? ഉള്ള കാര്യം ഒന്നും പറയായിരുന്നില്ലേ? കുറച്ചു നേരമെങ്കിലും മാഡം ഒന്ന് സമാധാനത്തോടെ ഇരുന്നോട്ടെ എന്ന് കരുതിയാ ഞാൻ റിസൾട്ട് വന്നില്ല എന്ന് പറഞ്ഞ. പാവം. ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. എക്സാമിൽ തോറ്റെന്ന് അവൾ അറിഞ്ഞ അതവക്ക് വലിയ വിഷമാവും. എങ്കി അവളെ ഞാൻ തന്നെ വിഷമിപ്പിക്കും. യെസ്, ഒരു വഴിയുണ്ട്. ഋതികയുടെ റിസൾട്ട് വരാൻ സമയമായല്ലോ. അമ്മേ, അമ്മേ, എന്താടാ വിളിച്ചു പോകുന്നത്? ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ? അമ്മേ, എക്സാമിനോട് തോറ്റു ഋതിക. ആണോ? എന്റെ പ്രാർത്ഥന ദൈവങ്ങളെ കേട്ടു. അപ്പോ ഇനി ഞങ്ങളുടെ കല്യാണം അമ്മാനോട് പറഞ്ഞ് അമ്മ ഉടനെ നടത്തി തരുമോ? അതിന് പറ്റിയൊരു അവസരം തന്നെയാ ഇത്. പക്ഷേ എന്താ അമ്മേ, എന്താ പ്രശ്നം? അമ്മ അമ്മാനോട് സംസാരിക്ക. ഇല്ല ദീപക്കെ, അത് ശരിയാവില്ല. നിന്നെ കൊണ്ട് ഋതികയെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യത്തിൽ പ്രതാപൻ വിപരീതമായൊരു തീരുമാനമെടുത്താ വിവാഹത്തിന് അവൻ സമ്മതമല്ല എന്ന് പറഞ്ഞ പിന്നീട് ഒരിക്കലും ഈ വിവാഹം നടക്കില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും അമ്മേ? നീ ഇങ്ങനെ ധൃതി വെക്കാതെ, എക്സാമിന് അവള് തോറ്റു എന്നറിഞ്ഞ അവൻ ഋതികയുടെ വിവാഹം നടത്താൻ തീരുമാനമെടുക്കും. അവന്റെ മനസ്സിൽ എന്താണെന്ന് അറിയണമല്ലോ. ആദ്യം അത് മനസ്സിലാക്കണം. പ്രതാപനോട് അങ്ങോട്ട് ചോദിക്കാതെ തന്നെ അവനെ കൊണ്ട് എന്നോട് ചോദിപ്പിക്കണം. ദീപകിനെ കൊണ്ട് ഋതികയെ താലി കെട്ടിക്കുമോ എന്ന്. അതാണ് ഈ അംബികയ്ക്ക് ഇഷ്ടം. ആദ്യം നമുക്ക് ഈ എക്സാം റിസൾട്ട് ഒന്ന് ആഘോഷിക്കാം. യാമിനി, ശേഖര. എന്താ ചേച്ചി, എന്താ വിളിച്ചേ? അല്ല, നിങ്ങൾക്കാർക്കും എന്താ ഒരു ഉഷാറില്ലാത്തത്? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മറന്നോ? എന്ത് പ്രത്യേകത? ശേഖര, ഇന്നാ ഋതുമോളുടെ റിസൾട്ട്. പ്രതാപന് വേണ്ടി
അവൾ നല്ല മാർക്കോടെ പാസ്സാവുന്ന എനിക്ക് ഉറപ്പാ. എന്തായാലും ഇത് നമുക്കൊന്ന് ആഘോഷിക്കണം. റിസൾട്ട് വന്ന് കഴിഞ്ഞ പോരെ ചേച്ചി ആഘോഷമൊക്കെ? പറ്റില്ല. റിസൾട്ട് വരുന്ന മൂമെന്റിൽ ആഘോഷങ്ങളെല്ലാം തയ്യാറായിരിക്കണം. ദിവ്യേ, എന്താ മാഡം? നീയേ സ്വീറ്റ്സ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങിക്കോ. ശരി മാഡം. ഋതുമോളെ, ഇന്ന് നിനക്ക് അമ്മായി വയറ് നിറച്ച് സ്വീറ്റ്സ് തരും. എന്റെ ചക്കരങ്ങി വന്നാ മാത്രം മതി. അപ്പോ നിനക്കിത് എന്തു പറ്റി? നീ ആകെ ടെൻഷനിലാണല്ലോ. ഋതുചേച്ചിയുടെ റിസൾട്ടിന്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് നിൽക്കാനും ഇരിക്കാനും വയ്യ. അംബിക ചേച്ചിയുടെ പെരുമാറ്റം കണ്ടിട്ട് എനിക്കും എന്തോ പന്തികേട് തോന്നിയിരുന്നു. റിസൾട്ട് വരുമ്പോ ഋതുമോട് തോൽക്കുന്ന അവര് വിചാരിക്കുന്നത്. പക്ഷേ ദൈവം ഋതുവിനെ കൈവിടില്ല. അവള് ജയിക്കും. മോള് വെറുതെ ടെൻഷൻ അടിക്കണ്ട. എനിക്ക് പ്രതീക്ഷയില്ല അമ്മേ. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ? അമ്മ, ഫിസിക്സ് എക്സാമിന് ചേച്ചി സബ്ജക്ട് മാറി പഠിച്ചോണ്ടാ എക്സാം എഴുതാൻ പോയത്. ജയിക്കൂന്ന് ചേച്ചിക്ക് തന്നെ സംശയം. ഇനി ചേച്ചി ജയിക്കണമെങ്കിൽ വല്ല അത്ഭുതവും സംഭവിക്കണം. ഋതു എങ്ങാനെ തോറ്റ അംബിക ചേച്ചി ഇവിടെ വലിയ ഭൂകമ്പം ഉണ്ടാക്കും. പാവം കുട്ടി. അത് തന്നെ അമ്മ എന്റെയും പേടി. അല്ല, എന്നിട്ട് ഋതു എവിടെ മോളെ? ഈ റിസൾട്ട് എപ്പോഴാ വരുന്നത്? റിസൾട്ട് ഒരാഴ്ചത്തേക്ക് മാറ്റി വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായനെ. മോളിങ്ങനെ ടെൻഷൻ അടിക്കാതെ മനസ്സിനെ ആദ്യം സ്വയം ഒന്ന് സമാധാനിപ്പിക്കേ. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെ നല്ല ധൈര്യമുള്ളവരെന്നാ ഞാൻ കരുതിയത്. ഒന്നുമില്ലെങ്കിലും മോളൊരു മന്ത്രിയുടെ മോളല്ലേ? അതാ രാധമ്മേ, എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ. റിസൾട്ട് വരുമ്പോ ഞാൻ തോറ്റുന്നെങ്ങാനും ആണെങ്കിൽ പിന്നെ വീട്ടിൽ എന്താ ഉണ്ടാവുമെന്ന് രാജുവിനറിയാം. എന്റെ അച്ഛൻ സംഹാര താണ്ഡവാടും. ശ്രീ, കൺഗ്രാറ്റ്സ്. നല്ല മാർക്ക് വാങ്ങിയ ജയിച്ചെന്ന് ഹരീഷ് പറഞ്ഞല്ലോ. ഇരട്ട മധുരമുള്ള ലഡുവ കഴിച്ചോ? ഋതിക മേഡവും ജയിച്ചു കാണുമല്ലോ. ദാ, ഒരു ലഡു എടുക്ക്. രാജു, ഇതെന്താ ഈ കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നേ? ശരിക്കും എക്സാമിന്റെ റിസൾട്ട് വന്നോ? അല്ല, അപ്പൊ അയാള് ജയിച്ചില്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.